ജേക്കബ് തോമസും ഇ ശ്രീധരനും സെൻകുമാറും ഒക്കെ അവരവരുടെ പദവികളിൽ ഇരുന്ന സമയത്ത് മികച്ച ഉദ്യോഗസ്ഥരായിരുന്നു, നിഷ്പക്ഷരായിരുന്നു, ആരെയും തന്റേടത്തോടുകൂടി നേരിടാൻ ധൈര്യമുള്ളവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ നെഞ്ചേറ്റിയ ആളുകളായിരുന്നു. പക്ഷെ ഇവർ അതിനുശേഷം ഈ റിട്ടയർ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അവരുടെ പദവികളിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം BJP വിധേയത്വം കാണിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ് മുണ്ടൊക്കെ പൊക്കി ആൾക്കാരെ കൊണ്ട് കാല് പിടിപ്പിച്ചു. മറ്റൊരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം നടത്തി. അതിലെല്ലാവരും നിഷ്പക്ഷമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ അത് കഴിഞ്ഞ പാടെ BJPയിലേക്ക് എടുത്തു ചാടി. അതുപോലെ സെൻകുമാർ ആണെങ്കിലും അദ്ദേഹം BJPയിലേക്ക് വന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞ പോൾ ഹെയ്ലി മോഡൽ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവരൊക്കെ BJPയിൽ എത്തിയതിനു ശേഷം അവരെ ഉപയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ BJPയിൽ എത്തിയതിനു ശേഷം അവർക്കുണ്ടായിരുന്ന സ്വീകാര്യത കുത്തനെ ഇടിഞ്ഞു താഴെ പോയി.